ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എല്ലാരോടും ഒരു ഹായ് പറഞ്ഞിട്ട് ഒരുപാട് നാളായല്ലേ. ചാനലിനും ചെറിയ ബ്ലോക്ക് കിട്ടി, എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും ഒരു ഇത്തിരി ബിസിയായി. അതുകൊണ്ട് ഒട്ടും തന്നെ വീഡിയോസ് ഇടാൻ പറ്റിയില്ല. റിയലി സോറി. സ്റ്റോറി എല്ലാം എല്ലാരും മറന്നു കാണൂലേ. ആദ്യത്തെ 3 എപ്പിസോഡിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റുകളുടെ ഫോട്ടോ എടുക്കുന്ന നമ്മുടെ ഹീറോ ഗോസ്റ്റുകളുടെ ലാസ്റ്റ് മെമ്മറി ഫോട്ടോ ആയിട്ട് എടുത്തു കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. അങ്ങനെ ഫോട്ടോ കൂടെ എടുക്കുന്ന ഹ്യൂമൻസ് ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ ചിലരൊക്കെ അവർക്ക് ഭ്രാന്തുള്ളതായിട്ട് കണക്കാക്കും, ചിലർക്ക് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിട്ട് മാറും, എന്നാൽ ചിലര് വിശ്വാസം തുളുമ്പുന്ന ശരിക്കും ഭക്തരായിട്ട് മാറും. ലാസ്റ്റ് എപ്പിസോഡിൽ ഹീറോയിന്റെ മുത്തശ്ശി നെതർ വേൾഡിലെ ഡോറും തുറന്ന് ഹീറോയിനെ കാണാനായിട്ട് വന്നിരിക്കുന്നു. ഹീറോയ്ക്ക് ആദ്യം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇന്നലെ വരെ കണ്ട മുത്തശ്ശിനെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോ ഹീറോയും ശരിക്കും ഷോക്കായി. എന്നാൽ മുത്തശ്ശി ഹീറോയുടെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു, അവളുടെ അടുത്ത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയരുത് എന്ന്. സ്റ്റുഡിയോയിൽ വരുന്ന ഗസ്റ്റുകളായിട്ടുള്ള ഗോസ്റ്റുകൾ പറയുന്ന എന്താണോ അതേപോലെ ഹീറോയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹാനിന് ആകെ ഉണ്ടായിരുന്നത് മുത്തശ്ശി മാത്രമായിരുന്നു. ഇപ്പോ മുത്തശ്ശിയും പോയി, അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടേക്ക് ഹാനിനെ നോക്കി ഹീറോ ഓടി വരുന്നുണ്ട്. ഹീറോനെ കണ്ടതും അവൾ ചോദിക്കുന്നത് മുത്തശ്ശിനെ കണ്ടോന്നാ. നീ കണ്ടു കാണത്തില്ല, എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും അവള് വിശ്വസിക്കുന്നത്. എന്നാ ഇത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഹീറോയുടെയും ഹാനിന്റെയും ഒപ്പം തന്നെ മുത്തശ്ശി നിപ്പുണ്ട്. എന്നാ മുത്തശ്ശി റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഹീറോയ്ക്ക് ഒന്നും തന്നെ പറയാനും പറ്റിയില്ല. അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിനെ കണ്ടപ്പോ അവൾക്ക് സങ്കടം അടക്കാൻ പറ്റിയില്ല. എന്തിനാ എന്നെ വിട്ടു പോയെന്ന് ചോദിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാ മുത്തശ്ശി ഇവിടെ ഗൂനെയും നമ്മനെ വിട്ട് പെടാപ്പാട് പെടുത്തുവെന്ന് പറയാം. ആ സ്റ്റുഡിയോ മൊത്തം ക്ലീൻ ആക്കിപ്പിച്ചു. ഇവിടെ ഹാൻ മുത്തശ്ശിയുടെ ഫ്യൂണറലിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടേക്ക് പോലീസുകാരുടെ 2 പേര് വരുന്നുണ്ട്. മുത്തശ്ശിയുടെ ബാഗും കയ്യിലുണ്ടായിരുന്ന റൈസ് കേക്ക് ഒക്കെ അവളുടെ കയ്യിൽ കൊടുത്തു. അവർക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശി എന്തിനാ ഇത്രയും റൈസ് കേക്ക് ഒക്കെ ഉണ്ടാക്കി ആരെ കാണാനാ പോയത് എന്നൊക്കെ. ഹീറോയ്ക്ക് അവളോട് പറയണമെന്നുണ്ട്, മുത്തശ്ശി അവൾക്ക് വേണ്ടി നെതർ വേൾഡിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ മുത്തശ്ശി പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് പറയാനും സാധിക്കില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ഷീണം കാരണം ഹീറോ കുറച്ച് ഉറങ്ങിപ്പോയി. മുത്തശ്ശിയാണെങ്കിൽ വീട്ടിൽ തൂക്കിയിരിക്കുന്ന മന്ത്രത്തകിടന്നും ഒരു കാര്യമാക്കാതെ നേരെ ഹീറോയുടെ റൂമിലേക്ക് വന്നിട്ട്, നീ ഇത്രയും നേരം കിടന്നുറങ്ങുവോ, എഴുന്നേക്ക് നമുക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ തുടങ്ങി. ഹീറോയും സൂര്യൻ അസ്തമിച്ചിട്ട് സ്റ്റുഡിയോ തുറക്കത്തുള്ളൂ, ഞാൻ ഇച്ചിരി നേരം കിടന്നിട്ട് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി ചോദിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി ഒട്ട് സമ്മതിക്കുന്നില്ല. അവസാനം മുത്തശ്ശിയുടെ ടോർച്ചറിങ് സഹിക്കാതെ എഴുന്നേക്കേണ്ടതായിട്ടും വന്നു. ഹാനി ഇവിടെ മുത്തശ്ശിക്കായിട്ടുള്ള ശവപ്പെട്ടിയൊക്കെ നോക്കുകയാണ്. എന്നാൽ അവക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും ഒരുപാട് പ്രൈസ് കൂടുതലായിരുന്നു. അതിനല്ല അവള് ഫ്രണ്ടിനോട് വിളിച്ചിട്ട് കൺഫേം ആയിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലേഡിനെ പറഞ്ഞു വിടുന്ന സമയത്ത് ഹീറോ വരുന്നുണ്ട്. ഹീറോ മുത്തശ്ശിയുടെ ഫ്യൂണറിന് വേണ്ട സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പേ അവന്റെ സ്റ്റുഡിയോയില് ഒരു വലിയ ഫോട്ടോയും എടുത്തിരുന്നല്ലോ, അതും അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന ഹാനിന് നല്ല സങ്കടം വരുന്നുണ്ട്. എന്നാലും ഇതിന്ന് മൂവ് ഓൺ ചെയ്തല്ലേ പറ്റുള്ളൂ. മുത്തശ്ശി എന്നെ കാണാനായിട്ട് വന്നില്ലല്ലോ അല്ലേ എന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോയും അവളെ മാനേജ് ചെയ്യാനായിട്ട് ഇരുന്നോണം പറയാ. റിഗ്രറ്റ്സ് ഉള്ളവർക്കും എന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കാതെ പോകുന്നവർക്ക് മാത്രമേ തിരിച്ചു വരണമെന്ന് തോന്നുള്ളൂ. ചിലപ്പോ മുത്തശ്ശി സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും മരിച്ചത്, അതുകൊണ്ടാവാം തിരിച്ചു വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഹാനിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നാലും ഹാനിന് ചെറിയ സംശയമുണ്ട്. കാരണം ഹീറോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. ഫ്യൂണറിനായിട്ട് വന്നേക്കുന്ന ഓരോ ഗസ്റ്റിനും ഹാൻ തനിയെ നിന്ന് സർവ് ചെയ്യുന്ന കാണുന്ന ഗൂവിന് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഗൂവിന്റെ ഫസ്റ്റ് ലവ് ആണല്ലോ ഹാൻ. ഉടനെ തന്നെ അവിടെ ഒരു ലേഡിയുടെ ദേഹത്ത് കയറി ഹാനിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാനിനും എന്തിനാ പെട്ടെന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചോദിച്ച റിലേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഗു എന്തൊക്കെയോ സ്റ്റോറി പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു മുറിയിൽ ഹാനി ഇരുന്ന് ഗ്രാൻഡ്മായുടെ ഫോണിന്റെ ലോക്ക് തുറക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്താൽ തുറക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശി എന്തായിരിക്കും ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അവള് പുറത്തേക്ക് പോകുന്ന ഗ്യാപ്പില് നമ്മ അവിടെ വന്ന് മുത്തശ്ശിയുടെ ഫോണും ബാഗും എടുത്തോണ്ട് പോകുന്നുണ്ട്. നേരെ മുത്തശ്ശിയുടെ കൈ കൊണ്ട് കൊടുത്തു. മുത്തശ്ശി ഉടനെ ഒരു വലിയ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് ആരൊക്കെ പൈസ തരാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എന്തൊക്കെയാണ് പലിശ, എവിടെയൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതില് ഹാൻ കൊടുക്കാനുള്ള പൈസയുടെ കണക്ക് വരെയുണ്ട്. മുത്തശ്ശി ഇങ്ങനെ കണക്ക് നോക്കുന്ന കണ്ടിട്ട് ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ മുത്തശ്ശിന്ന്. മുത്തശ്ശി ഉടനെ ഇതൊന്നും കൊണ്ടുപോകാനല്ല, ഞാൻ എന്റെ ലൈഫ് മൊത്തം ഇങ്ങനെയാണ് ചെയ്തത്, ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം. എന്റെ ഫ്യൂണറിന് ആൾക്കാരെന്ന പൈസയുടെ ലിസ്റ്റ് എവിടെയെന്ന് ചോദിച്ച് നമ്മിന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് എല്ലാം മാച്ച് ചെയ്ത് നോക്കുക. ഇവന്റെ മോന്റെ കല്യാണത്തിന് ഞാൻ 10,000 രൂപ കൊടുത്തതാ, എന്റെ ഫ്യൂണറിന് വെറും 5,000 ഇവന് ഒതുക്കിയില്ലെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും ലിസ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അവിടേക്ക് ഹീറോ വന്ന് അവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് 3 പേർക്കും ഫുഡ് കൊടുക്കുക. മുത്തശ്ശി എന്നാ ഫുഡൊക്കെ എടുക്കാൻ നോക്കുമ്പോ മുത്തശ്ശിക്ക് അതൊന്നും തൊടാൻ തന്നെ പറ്റുന്നില്ല. അതെന്താന്ന് ചോദിച്ചാൽ ഗൂവും നമ്മും കൂടെ അതിനൊക്കെ സ്പെഷ്യൽ സ്കില്ല് വേണം, പ്രാക്ടീസ് വേണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ ടീസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡ് എടുക്കാനൊക്കെ പറഞ്ഞ് അവരങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ മുത്തശ്ശിയുടെ ഷോപ്പിലേക്ക് വന്ന് എല്ലാ സാധനവും എടുത്തു വെക്കുക. എന്നാൽ ചുറ്റുമുള്ളവരെല്ലാം കണ്ടു പേടിക്കാൻ തുടങ്ങി. ഒരു ഗോസ്റ്റ് വന്ന് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നു. അവിടെയുള്ള കസേരയും മേശയെല്ലാം തനിയെ പൊക്കോണ്ടിരിക്കുക. കണ്ടു നിൽക്കുന്ന ആൾക്കാരൊക്കെ പേടിച്ച് കാറാൻ തുടങ്ങി. എങ്ങനെ പേടിക്കാതിരിക്കാനല്ലേ. അവിടെ സീൻ കട്ടാക്കി ഹാനിനെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും അവള് ആ ഒരു ഷോക്കിൽ നിന്നും വെളിയിൽ വന്നിട്ടില്ല. പുറത്ത് ഹാനിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് റൂമിനുള്ളിലേക്ക് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയുടെ പേഴ്സും ഫോണും ഒന്നും കാണാനില്ല. ഇത് എവിടെ പോയിന്നറിയാനായിട്ട് CCTV ചെക്ക് ചെയ്തപ്പോഴാണ് പറന്നു പോകുന്ന
ഉണ്ടായിരുന്ന ഫോണും പേഴ്സും കാണുന്നത്. അത് കണ്ടോണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് ഷോക്കായെങ്കിലും ഹാനിന്റെ കാര്യം മനസ്സിലായി. നേരെ ഹീറോനെ കാണാനായിട്ട് വന്നിരിക്കുക. ഹാനിന് മനസ്സിലായി മുത്തശ്ശി അവിടെ ഉണ്ടെന്ന്. ഹാൻ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നു. ഹാൻ അകത്തേക്ക് കയറുന്നത് നമ്മ കണ്ടെങ്കിലും അവനെ കൊണ്ട് തടയാൻ പറ്റില്ലല്ലോ. സേഫ് സോൺ ആണെന്നുള്ള ഒരു പേടി. ഹാൻ വളരെ ദേഷ്യത്തോടെ തന്നെ ഉള്ളിലേക്ക് കയറി. സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഹീറോ മുത്തശ്ശിനെ കാണാതിരിക്കാനായിട്ട് അവളുടെ കൈ പിടിക്കുന്നുണ്ടെങ്കിലും ഹാനിന്റെ ദേഷ്യത്തോടുള്ള ആ നോട്ടത്തില് ഹീറോയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ നേരെ നിൽക്കുകയാണ്. എല്ലാരും കരുതി അവക്ക് മുത്തശ്ശിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും മുത്തശ്ശി അവിടെ ഉള്ളത് അവക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഹീറോയുടെ അടുത്ത് വന്നിട്ട്, ഇനി ഒരു നുണയും പറയാൻ നിൽക്കണ്ട, എനിക്ക് മനസ്സിലായി ഗ്രാൻഡ്മ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങളെ പേഴ്സ് ഫോണും ഒക്കെ എടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എനിക്കറിയണം, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിക്കാൻ തുടങ്ങി. ഹാനിനെ ഹീറോ തൊട്ടതും അവിടെ ഒരു വലയം തന്നെ ഫോം ആവാൻ തുടങ്ങി. മുത്തശ്ശിക്ക് അറിയില്ലല്ലോ ഹാനും ഹീറോയും ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സേഫ് സോൺ ഉണ്ടാകുമെന്ന്. മുത്തശ്ശി ഹാനിനെ തൊടാനായിട്ട് വന്നതും മുത്തശ്ശി തെറിച്ച് ഒരു ഡെസ്കിന്റെ മണ്ടയിലേക്ക് വീണു. അവിടെ ഉണ്ടായിരുന്ന ബോക്സിലെ സാധനങ്ങളൊക്കെ താഴെയും വീണു. മുത്തശ്ശിയും ഹാനും എടുത്ത ഫോട്ടോസ് ഒക്കെ ആയിരുന്നു ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. അതോടെ കണ്ടപ്പോ ഹാനിന് ഉറപ്പായി മുത്തശ്ശി ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് ഇപ്പൊ തന്നെ മുത്തശ്ശിനെ കാണണം, മുത്തശ്ശിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഹാൻ ശരിക്കും വാശി പിടിക്കാൻ തുടങ്ങി. അവൾ എത്ര ചോദിച്ചിട്ടും ഹീറോ മറുപടി പറഞ്ഞതേ ഇല്ല. അപ്പൊ തന്നെ അവക്ക് കാര്യം മനസ്സിലായി. ഗ്രാൻഡ്മ ആയാലേ എന്നെ കാണണ്ടാന്ന് പറഞ്ഞത്. എന്തിനാ ഗ്രാൻഡ്മ എത്രയും ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് അവള് സങ്കടപ്പെടുന്ന കണ്ടപ്പോ ഗ്രാൻഡ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മോളെന്ന് പറഞ്ഞ് അവളെ വീണ്ടും തൊടാനായിട്ട് വരുവാ. അവള് തൊട്ട് കഴിഞ്ഞാൽ ഗ്രാൻഡ്മ വീണ്ടും തെറിച്ചു പോകുമല്ലോ. അതുകൊണ്ട് ഹീറോ നോ മാം എന്ന് പറഞ്ഞു. അതോടെ കേട്ടപ്പോ ഹാന് മനസ്സിലായി ഗ്രാൻഡ്മ അവളുടെ അടുത്ത് തന്നെ നിപ്പുണ്ടെന്ന്. ഗ്രാൻഡ്മ എന്നെ അത്രയ്ക്കും ഇഷ്ടമില്ലേ, എന്നെ കാണണമെന്ന് പോലും ആഗ്രഹമില്ലേ, എനിക്ക് വേണ്ടിയാണ് ഗ്രാൻഡ്മ വന്നെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ല എന്നൊക്കെ ചോദിച്ച് ഹാൻ ശരിക്കും ഇമോഷണൽ ആവാൻ തുടങ്ങി. അടുത്ത സ്പ്രിംഗ് വരെ നമ്മൾ ഒരുമിച്ച് കാണുന്നു, ഞാൻ ആ സ്പ്രിംഗ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാന്നൊക്കെ ഗ്രാൻഡ്മയോട് പറഞ്ഞതല്ലേ, എന്തിനാ എനിക്ക് വേണ്ടി അത്രയും നാളോട് വെയിറ്റ് ചെയ്യാഞ്ഞെന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹാൻ നേരെ റൂമിലേക്ക് വന്നു. ഹീറോയ്ക്കും ഗ്രാൻഡ്മാക്കും അവൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹാൻ ഫ്യൂണറൽ ഡ്രസ്സൊക്കെ മാറി നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ച് മുത്തശ്ശിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. മുത്തശ്ശിയും ഹീറോയുടെ അടുത്ത് ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹാൻ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു സ്പ്രിംഗ് സീസൺ കാണിക്കാനായിട്ട് അവളുടെ ഒപ്പം വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഡ്രസ്സൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് അതൊക്കെ ധരിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് എവിടെയാണോ സ്പ്രിംഗ് സീസൺ ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശിക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. എന്തിനാ എന്റെ പൈസ വെറുതെ നീ കളയുന്നത്, ഫ്യൂണറലിന് വന്നവര് മിക്കവരും പൈസ തന്നിട്ടില്ല, അതൊക്കെ പോയി മേടിക്കാനുള്ളതിന് നീ ഇവിടെ വന്ന് എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇപ്പോഴും മുത്തശ്ശിക്ക് പൈസ എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. മുത്തശ്ശിയുടെ ദേഷ്യം കാരണം അവിടെയുള്ള ലൈറ്റൊക്കെ മിന്നിത്തെളിയാനും മറ്റു സാധനങ്ങളൊക്കെ ചലിക്കാനൊക്കെ തുടങ്ങി. അവക്ക് മനസ്സിലായി നല്ല ദേഷ്യത്തിലാണ് മുത്തശ്ശിന്ന്. അവള് സങ്കടത്തോടെ പറയാൻ തുടങ്ങി, മുത്തശ്ശി ഈ പൈസയൊന്നും കൊണ്ടുപോകത്തില്ല, മുത്തശ്ശിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ആ ഫ്ലവേഴ്സ് എങ്കിലും അല്ലേ നമ്മളിപ്പോ കാണേണ്ടത്, ഇപ്പൊ എന്തിനാ അവരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഹീറോയ്ക്കും മനസ്സിലാവുന്നില്ല ആരുടെ ഭാഗത്ത് നിൽക്കണം, എന്താ ചെയ്യേണ്ടതെന്ന്. മുത്തശ്ശി പതിയെ പറയാൻ തുടങ്ങി, 20 വർഷമായിട്ട് ഞാൻ ഒരിക്കലും 5000 രൂപയുടെ ഫുഡ് കഴിച്ചിട്ടില്ല. നിന്നെ സ്കൂളിൽ വിടാനായിട്ടും നിന്റെ സാധനങ്ങൾ മേടിക്കാനും നിനക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകുന്ന സമയത്ത് എന്റെ പൈസ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണമെന്ന് ആഗ്രഹം, എങ്കിൽ മാത്രമേ ഞാൻ സന്തോഷവതി ആവത്തുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോവാ. സത്യത്തിൽ ഇതെല്ലാം മുത്തശ്ശി ഹാനിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ ഹാനിനത് മനസ്സിലാക്കാനായിട്ട് മുത്തശ്ശിയുടെ സ്നേഹമൊന്നും അവളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മുത്തശ്ശീനെ സ്പ്രിംഗ് സീസൺ കാണിക്കണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിച്ചത്. മുത്തശ്ശി അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ഹാനിന് ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശിയുടെ ലൈഫിൽ ആ ഫ്ലവേഴ്സ് കാണാത്തത് ഇവളെ റേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ലേ, ഇവളെ വളർത്താനും ആ ഒരു കഷ്ടപ്പാടിന്റെ പേരിലുമാണ് മുത്തശ്ശിക്ക് അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം പോയത്. ആ കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് ഹാന് കുറച്ചുകൂടി സങ്കടപ്പെട്ടിരിക്കുന്ന ഹാന്റെ അടുത്ത് ഹീറോ വന്നൊരു പ്ലാൻ പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങള് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. കറക്റ്റ് മുത്തശ്ശിക്ക് ഇനി 40 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. ഹീറോ ഹാനിന്റെ അടുത്ത് വിസിറ്റർ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലും മാത്രമേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞെന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ ചോദിക്കുന്നത്. ഹാനും മുത്തശ്ശിയോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഹീറോയോട് പറയാ. നീ പറയണം ഗ്രാൻഡ്മയുടെ കൊച്ചുമോളായിട്ട് ഞാൻ ജനിച്ചതിൽ ഏറ്റവും സന്തോഷവതിയാണെന്ന്. അങ്ങനെ മുത്തശ്ശിയോട് പറയേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഹീറോയുമായിട്ട് അന്ന് ഷെയർ ചെയ്തു. നെക്സ്റ്റ് ഡേ ഫ്യൂണറൽ നടക്കുന്നിടത്തേക്ക് അവള് വന്നിരിക്കുക. അവിടെ ഗ്രാൻഡ്മാന്റെ ഷോപ്പിന്റെ അടുത്ത ഷോപ്പ് വെച്ചിരിക്കുന്ന ആ ഒരു ലേഡി ഇല്ലേ, ഹാനിന് ഇപ്പൊ ജോലി ഇല്ലാന്നൊക്കെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ആ ലേഡി കസേരയൊക്കെ എടുത്തു വെക്കുന്നത് കണ്ടിട്ട് ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇനി ഗ്രാൻഡ്മ തന്നെ വന്നാണോ എല്ലാം എടുത്തു വെച്ചെന്ന് അറിയാത്തോണ്ടേ ആ ഒരു പേടി മാറാതെ തന്നെ നേരെ ഹാനിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഹാന് മനസ്സിലാവുന്നത് ഗ്രാൻഡ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു,
അവൾക്ക് ജോലിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഗ്രാൻഡ്മ ഓൾറെഡി അറിഞ്ഞിട്ട് അവളോട് ചോദിക്കാതിരുന്നതായിരുന്നു എന്നൊക്കെ. അവളെ കഷ്ടപ്പെടുത്താതിരിക്കാനും ഈ ഫ്യൂണറിന് ഉണ്ടാകുന്ന ചെലവുകളൊക്കെ അവക്കൊരു കടവായിട്ട് വരാതിരിക്കാനുമാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ലേഡി മുത്തശ്ശിക്ക് കൊടുക്കാനുണ്ടായിരുന്ന പൈസയും ഹാനിന്റെ അടുത്ത് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാനിന് മുത്തശ്ശി എന്തുമാത്രം കെയറോടെയാണ് അവളെ നോക്കിയിരുന്നതെന്ന് മനസ്സിലാകുന്നത്. ആഫ്റ്റർ ഡെത്ത് പോലും മുത്തശ്ശി ഒരിക്കലും അവക്കൊരു ഭാരമാവരുതെന്നോ അവക്കൊരു കഷ്ടപ്പാടുണ്ടാവില്ലെന്നോ മുത്തശ്ശി ആഗ്രഹിച്ചു. ഇതെല്ലാം ആലോചിച്ച് പുറത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ് ഹാൻ. അവിടേക്ക് അവളുടെ ഫ്രണ്ട് വരുന്നുണ്ട്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇത്രയും നാളും ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി പോയേക്കായിരുന്നു. മരണവാർത്ത അറിഞ്ഞു വന്നപ്പോ ഒരുപാട് താമസിച്ചു. നീ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കില്ലേ ഹാൻ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മേ ബി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ടിന് മറ്റുള്ളവരെ കാട്ടിലും ഒരുപാട് ആശ്വാസമാകാൻ പറ്റും. കിമ്മിനെ കണ്ടതും ഹാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇവിടെ നമ്മും ഗ്രാൻഡ്മയും ഗൂവും ഹീറോയും കൂടെ ഗ്രാൻഡ്മ പറയുന്ന അനുസരിച്ച് കണക്കുകളൊക്കെ തിട്ടപ്പെടുത്തി എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രാൻഡ്മ വന്ന പണിയൊക്കെ കഴിഞ്ഞു. എല്ലാ കണക്കുകളും കൃത്യമായിട്ട് എഴുതി വെച്ചു. ഇനി എനിക്ക് ഇവിടുന്ന് സന്തോഷത്തോടെ പോവാന്ന് ഗ്രാൻഡ്മ പറയാ. ഇത് കേട്ട ഉടനെ ഹീറോ ചോദിക്കാൻ തുടങ്ങി, മുത്തശ്ശി ഇവിടുന്ന് പോയി കഴിയുമ്പോ ബാക്കിയുള്ളവരുടെ അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു ഗുഡ് ബൈ പോലും പറയാതെ പോകുമ്പോ എന്തുമാത്രം സങ്കടം ഉണ്ടാകുന്നു മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ ഹീറോ ചോദിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയുടെ തീരുമാനത്തില് മുത്തശ്ശി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഹീറോയ്ക്കും ഇതിൽ കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവിടുന്ന് പോയി. ഇവിടെ ഫ്യൂണറിലിരിക്കുന്ന ഹാനിന് മുത്തശ്ശി അവളുടെ അടുത്തിരിക്കുന്നതായിട്ട് അവക്ക് തോന്നാനായിട്ട് തുടങ്ങി. എന്നാൽ ശരിക്കും അവളുടെ അടുത്തുണ്ടായിരുന്നത് ഹീറോ ആയിരുന്നു. ഹാൻ കരഞ്ഞു കരഞ്ഞ് ശരിക്കും തളർന്നിരുന്നു. ആ ഒപ്പം ഹീറോ മുത്തശ്ശിയുടെ പേഴ്സൺ സാധനങ്ങളൊക്കെ തിരിച്ച് ആ റൂമിൽ തന്നെ കൊണ്ടുവച്ചു. അവിടെ സീൻ കട്ടാക്കി ഹീറോ മുത്തശ്ശിയുമായിട്ട് മുത്തശ്ശിയുടെ ആ കുട്ടി ഷോപ്പ് നടത്തുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുക. മുത്തശ്ശി പഴയ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും എത്ര പ്രഷ്യസ് ആയിട്ടാണ് അവളെ നോക്കിയത് എന്നൊക്കെ. അവരുടെ ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കും ഹാനിനെ എത്രമാത്രം മുത്തശ്ശിക്ക് ഇഷ്ടമാണെന്ന്. ഹാനിന്റെ അമ്മയും അച്ഛനും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതോടെ മുത്തശ്ശി മാത്രമായി ഹാനിന് കൂട്ട്. എന്നാൽ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് ഹാനിനെ മുത്തശ്ശി വളർത്തിയത്. ഓരോരുത്തർക്ക് കൊടുക്കുന്ന പൈസയും മുത്തശ്ശി എഴുതി വെക്കുന്നതെല്ലാം ഹാനിന് വേണ്ടിയായിരുന്നു, അവളുടെ ഫ്യൂച്ചറിന് വേണ്ടി. അങ്ങനെ മുത്തശ്ശി ഹാനിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഹീറോ ഹാനിന്റെ ഒപ്പം ഇരുന്ന് ഓർക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹീറോ അവിടെ നിന്നും പോയി. ഹാൻ പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോ പേഴ്സും ഡയറിയും എല്ലാം അവിടുത്തെ ഇരിപ്പുണ്ട്. മുത്തശ്ശി ഇവിടെ നെതർവേൾഡിലേക്ക് തിരിച്ചു പോവാനായിട്ട് തയ്യാറെടുത്തിരുന്നു. പിന്നെ മുത്തശ്ശി ഒരാഗ്രഹം കൂടെ പറഞ്ഞിരുന്നു, പുറത്തെവിടെയെങ്കിലും വെച്ച് വേണം അവളുടെ ഫോട്ടോ എടുക്കാനെന്ന്. ആ ഒരു ആഗ്രഹം സാധിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു സ്പ്രിംഗ് സീസൺ തന്നെ അവരെ ക്രിയേറ്റ് ചെയ്തു. വലിയ സ്ക്രീനും ഫ്ലവേഴ്സും ട്രീസും ഒക്കെ വെച്ച് ഒരു മനോഹരമായിട്ടുള്ള സ്പ്രിംഗ് സീസൺ തന്നെ ക്രിയേറ്റ് ചെയ്തു. മുത്തശ്ശിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഹാനിനെ കാണാതെ പോകാനല്ലായിരുന്നോ മുത്തശ്ശിയുടെ പ്ലാന്. എന്നാൽ മുത്തശ്ശിയുടെ ഡയറി ഒക്കെ വായിച്ചപ്പോ അവളുണ്ടാവുന്ന അവളുടെ വളർച്ചയിലുള്ള ഓരോ മൊമെന്റ്സും മാത്രം എൻജോയ് ചെയ്താണ് മുത്തശ്ശി ആസ്വദിച്ച് കണ്ടിരുന്നതെന്നൊക്കെ ആ ഡയറിയിലൂടെ അവക്ക് ശരിക്കും മനസ്സിലായി. അപ്പൊ പിന്നെ മുത്തശ്ശിക്ക് വേണ്ടി അവൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അവള് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. അവക്ക് കാണാൻ സാധിക്കുന്നില്ലേലും അവക്കറിയാലോ അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി അവിടെ ഉണ്ടെന്ന്. ഈ നോട്ട് വായിച്ചു കഴിയുമ്പോ 12 മണിക്ക് മുമ്പേ നീ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ഹീറോയിന് നോട്ടും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടെയാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാം റെഡിയാക്കിയത്. ആ ഫ്ലവേഴ്സ് ഒക്കെ ആകാശത്തു നിന്ന് വീണുകൊണ്ടിരിക്കുന്നത് അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഗോസ്റ്റുകൾക്കൊക്കെ ഫ്രൈഡ് ചിക്കൻ ഓഫർ ചെയ്തിട്ടാണ്. എല്ലാവർക്കും ഫുഡും വാങ്ങി കൊടുത്തിട്ട് മുത്തശ്ശി വരുമ്പോ ആകാശത്ത് നിന്ന് ഈ ഫ്ലവേഴ്സ് എല്ലാം ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റൽസ് ഒക്കെ പൊഴിഞ്ഞു വീഴുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്പ്രിംഗ് സീസൺ അവർ ക്രിയേറ്റ് ചെയ്തു. മുത്തശ്ശിക്ക് ഇതെല്ലാം ശരിക്കും ഒരു സർപ്രൈസിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു ക്യൂട്ട് ക്രൗൺ ഒക്കെ വെച്ച് മുത്തശ്ശി ഹാനിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഹീറോ ആദ്യത്തെ ഫ്ലാഷ് അടിച്ചു. അതോടെ മുത്തശ്ശിനെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൈ പ്രഷ്യസ് ബേബി എന്ന് പറഞ്ഞു മുത്തശ്ശിയും അവളുടെ സ്നേഹം മുഴുവനും ഹാനിന്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എപ്പോഴും നീ മാത്രമായിരുന്നു പ്രയോറിറ്റി ഹാൻ, നീ നന്നായിട്ട് ജീവിക്കണം, എല്ലാത്തിലും സക്സസ് ആവണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഹാൻ മുത്തശ്ശിയുമായിട്ട് കുറച്ചധികം നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമുക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കുറച്ചു നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ. ഫൈനലി മുത്തശ്ശി തിരികെ പോകേണ്ട സമയമായി. രണ്ടുപേർക്കും ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും ഇപ്പൊ ഉണ്ടായ പല സന്തോഷങ്ങളും ഓർത്ത് മുഖത്ത് പുഞ്ചിരി വരുത്തി അവസാനത്തെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതും മുത്തശ്ശി പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങി. ഹാനിന്റെ ഒപ്പം ഇപ്പൊ മുത്തശ്ശിയുമായിട്ടെടുത്ത അവസാനത്തെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയില്ല. ഹീറോ ആദ്യമായിട്ടാണ് വിസിറ്റർ പറഞ്ഞതല്ലാതെ ഹീറോയുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ഹീറോയ്ക്ക് അറിയത്തുമില്ല. പ്രിയപ്പെട്ടവര് പറയാതെ പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷമാകുന്നത് എത്രമാത്രം പെയിൻഫുൾ ആണെന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ മുത്തശ്ശിനെ വളരെ സന്തോഷത്തോടെ തന്നെ നെതർവേൾഡിലേക്ക് അയച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹാൻ അവളുടെ പുതിയ കേസിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. മുത്തശ്ശിയുടെ ആഗ്രഹങ്ങളൊക്കെ ഇനിയും സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തില്. ഹീറോയിൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവക്ക് ഹായും കാണിച്ച് അവിടെ ഗോ നിപ്പുണ്ട്. എന്നാൽ ഹീറോയിൻ അതൊന്നും കാണാതെ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഹീറോനോട് പറയാ. ഹീറോയൊക്കെ ഈ ഒരു ബിൽഡിംഗ് മാറാനായിട്ട് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി അതൊന്നും മാറണ്ട, നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ തന്നെ താമസിക്കാന്നൊക്കെ ഹാൻ അവർക്ക് പെർമിഷൻ കൊടുക്കുക. അതെല്ലാം ഇരിക്കട്ടെ, എന്നാ എനിക്ക് ഈ ഗോസ്റ്റിനെ കാണാനുള്ള കഴിവ് മാറുന്നതെന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുക. അത് കേട്ടതും രണ്ടുപേരും ഷോക്കായി. ഗുവും ഹീറോയും
ഗോവിയും സ്റ്റണ്ണായിട്ട് ഹീറോയിനെ നോക്കിയിരിക്കുക. ഹീറോയിൻ നേരെ അടുത്തേക്ക് വന്ന് ഗോവിന്റെ ഐഡി കാർഡ് നോക്കി അവന്റെ ഫുൾ പേര് വായിച്ചു. ശരിക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന് ഗോ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. ഗോവിനെ മാത്രമല്ല അവിടെ നിൽക്കുന്ന കുട്ടി ഗോസ്റ്റിനെയും താത്ത ഗോസ്റ്റിനെയും എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട്. നോർമലി സെക്കൻഡ് ഫോട്ടോ എടുത്തതിന് ശേഷം ഗോസ്റ്റുകളെ കാണാനുള്ള അവരുടെ കഴിവ് പോവേണ്ടതാണ്. എന്നാൽ ഹാനിന് മാത്രം ഇപ്പോഴും അവരെ എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയാതെ സ്റ്റണ്ണായിട്ട് നോക്കി നിൽക്കുകയാണ് ഹീറോ. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.